നിങ്ങളുടെ ചിന്തകൾ യാഥാർത്ഥ്യമാക്കാൻ വിഷ്വലൈസേഷൻ. ഇന്ന് നിങ്ങൾ ആരാണോ, വിജയിച്ചവരോ പരാജയപ്പെട്ടവരോ, ധനികരോ ദരിദ്രരോ, സന്തോഷവാന്മാരോ ദുഃഖിതരോ, നിങ്ങൾ ഇപ്പോഴുള്ള ഈ സാഹചര്യത്തിന് ഒരേയൊരു കാരണമേയുള്ളൂ, അത് നിങ്ങളുടെ ചിന്തയാണ്. നിങ്ങളിപ്പോൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങളുടെ മനസ്സ് നിങ്ങളെ ഭാവിയിൽ അതുപോലെയാക്കി മാറ്റും. അതായത് നിങ്ങൾ ഇപ്പോഴുള്ള സാഹചര്യത്തിന് കാരണം നിങ്ങൾ ഭൂതകാലത്തിൽ ചിന്തിച്ച കാര്യങ്ങളാണ്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ കഴിവുകളുടെ പരമാവധിയിലെത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ അതുപോലെയാകാൻ നിങ്ങളെ പൂർണ്ണമായി സഹായിക്കും. ആകർഷണ നിയമത്തിൽ മറ്റൊരു കാര്യമുണ്ട്. അതിനെ വിഷ്വലൈസേഷൻ, ദൃശ്യവൽക്കരണം എന്ന് പറയുന്നു. ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ ഭാവനയെ എങ്ങനെ യാഥാർത്ഥ്യമാക്കി മാറ്റാമെന്ന് ഞാൻ നിങ്ങളോട് പറയും. വിഷ്വലൈസേഷൻ എന്നത് നിങ്ങളുടെ ചിന്തകളെയും ഭാവനയെയും യാഥാർത്ഥ്യമാക്കി മാറ്റുന്ന ഒരു ശക്തിയാണ്. എന്താണ് വിഷ്വലൈസേഷൻ എന്ന് അറിയാത്തവർക്കായി ഞാൻ ആദ്യം പറയാം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന്റെ പൂർണ്ണമായ ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, നമ്മൾ ഇന്നലെ തിയേറ്ററിലിരുന്ന് സിനിമ കണ്ടു എന്നിപ്പോൾ ചിന്തിച്ചാൽ, തിയേറ്ററിൽ കണ്ട സിനിമയുടെ എല്ലാ ചിത്രങ്ങളും ഉടൻ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും, ഒരുപാട് ചിത്രങ്ങൾ പതിഞ്ഞതുപോലെ. അല്ലേ? നമ്മൾ ചെയ്തതോ കണ്ടതോ ആയ കാര്യങ്ങളെല്ലാം ഓരോന്നായി നമ്മുടെ മനസ്സിൽ ചിത്രങ്ങളായി തെളിഞ്ഞു കാണാൻ തുടങ്ങും. ഇതിനെയാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴും ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വിഷമിക്കേണ്ട, വീഡിയോ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. മനസ്സ് ചിത്രങ്ങളെയാണ് മനസ്സിലാക്കുന്നത്. കൂട്ടുകാരെ, നമ്മുടെ മനസ്സ് ചിത്രങ്ങളെ മാത്രമേ മനസ്സിലാക്കൂ, വാക്കുകളെയല്ല. നമ്മൾ കേൾക്കുന്ന എല്ലാ വാക്കുകളുടെയും ചിത്രം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, ഞാനിപ്പോൾ പറയുന്നു, ഒരാൾ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു. ഉടൻ തന്നെ കുതിരപ്പുറത്തിരിക്കുന്ന ആളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞില്ലേ? തെളിഞ്ഞു, അല്ലേ? ഇത് സംഭവിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ പക്കൽ ഈ വാക്കുകളുടെയെല്ലാം ഒരു ചിത്രമുള്ളതുകൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ മുൻപ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം വായിച്ചാൽ അത് സങ്കൽപ്പിക്കാനോ ഓർമ്മിക്കാനോ നിങ്ങൾക്ക് പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തത്. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന വാക്കുകളിൽ 50% വാക്കുകളുടെയും ചിത്രം നമ്മുടെ മനസ്സിന്റെ പക്കൽ ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മുടെ സ്കൂളുകളിൽ പ്രായോഗിക പഠനത്തിന്, പ്രാക്ടിക്കലിന് കൂടുതൽ പ്രാധാന്യം നൽകാത്തതിനാലാണിത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാനും അല്ലെങ്കിൽ അത് നേടാനും ആ കാര്യങ്ങളുടെ വ്യക്തമായ ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിഷ്വലൈസേഷന്റെ ഉദാഹരണങ്ങൾ. വിഷ്വലൈസേഷന് ധാരാളം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒരു ചിത്രകാരൻ ചിത്രം വരയ്ക്കുന്നതിനു മുൻപ് അതിന്റെ രൂപം മനസ്സിലുണ്ടാക്കുന്നു, എന്നിട്ട് അത് ക്യാൻവാസിൽ പകർത്തുന്നു. അതായത് ചിത്രം വരയ്ക്കുന്നതിനു മുൻപ് തന്നെ അദ്ദേഹം മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുന്നു. അതുപോലെ ഒരു എഞ്ചിനീയർ ഒരു കെട്ടിടമോ പ്രോജക്റ്റോ നിർമ്മിക്കുന്നതിനു മുൻപ് അതിന്റെ ഭാവന മനസ്സിൽ രൂപപ്പെടുത്തുന്നു, എന്നിട്ട് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നു. അതായത് കെട്ടിടത്തിന്റെ ഡിസൈൻ യാഥാർത്ഥ്യമാകുന്നതിനു മുൻപ് തന്നെ അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്നു. കൂട്ടുകാരെ, വിഷ്വലൈസേഷൻ ഒരു ടെക്നിക്കാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരു ദിശ ലഭിക്കുന്നു. ആ ദിശയിലൂടെ സഞ്ചരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫലം നേടാൻ കഴിയും. ഈ കാര്യം ഒരു ചിത്രകാരനോ എഞ്ചിനീയർക്കോ മാത്രമല്ല, ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. ശരിയായ രീതിയിൽ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നിങ്ങൾക്കാകാൻ കഴിയും. പോസിറ്റീവ്, നെഗറ്റീവ് ചിന്തകൾ. നമ്മുടെ ചിന്തകൾ 2 തരത്തിലുണ്ട്. 1. പോസിറ്റീവ് ചിന്തകൾ, അനുകൂല ചിന്തകൾ. 2. നെഗറ്റീവ് ചിന്തകൾ, പ്രതികൂല ചിന്തകൾ. പോസിറ്റീവ്, നെഗറ്റീവ് ചിന്തകൾക്ക് വിഷ്വലൈസേഷനുമായി വളരെ അടുപ്പമുള്ള ബന്ധമുണ്ട്. നമ്മൾ മുന്നോട്ടു പോകുന്നതിനെ തടയുന്നത് നമ്മുടെ ചിന്തകളാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെടുന്ന ചിത്രവും നെഗറ്റീവായിരിക്കും. തന്മൂലം ആ കാര്യത്തിൽ നമുക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല. ഒരു വിദ്യാർത്ഥി പരീക്ഷയിൽ മികച്ച റാങ്കോടെ പാസ്സായെങ്കിൽ അതിന് കാരണം അവന് നല്ല അറിവുണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമല്ല, അറിവിനൊപ്പം പോസിറ്റീവ് ചിന്തകളും അവനുണ്ടായിരുന്നു. അത് അവനെ പഠിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങൾ അവന്റെ മനസ്സിൽ സൃഷ്ടിച്ചിരുന്നു. റോഡിലൂടെ ഓടുന്ന കാറുകൾ, ആകാശത്ത് പറക്കുന്ന വിമാനങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ടെക്നോളജി കൊണ്ടാണോ? ഇല്ല, തീർത്തും തെറ്റ്. ഇതെല്ലാം ഉണ്ടായത് ആരോ ഒരാൾ ഇത് തന്റെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തപ്പോൾ മാത്രമാണ്. വിഷ്വലൈസ് ചെയ്യുക മാത്രമല്ല, പോസിറ്റീവ് ചിന്തകളോടെ തനിക്ക് ഇതിൽ വിജയിക്കാൻ കഴിയുമെന്ന് പ്രയത്നിക്കുകയും ചെയ്തു. അപ്പോഴാണ് ഇന്ന് ഈ ടെക്നോളജി നമ്മുടെ പക്കലുള്ളത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതെല്ലാം നമ്മുടെ മനസ്സിന് ചെയ്യാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് സോഫിയയെപ്പോലെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ട് നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? അതിനെ ഉണ്ടാക്കിയയാൾ മഹാനായിരുന്നതുകൊണ്ടാണോ? അദ്ദേഹവും ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഒരൊറ്റ വ്യത്യാസം മാത്രം, അദ്ദേഹത്തിന്റെ ചിന്ത പോസിറ്റീവായിരുന്നു. നമ്മൾക്ക് ചെയ്യാൻ കഴിയാത്തത് നമ്മുടെ ചിന്ത നെഗറ്റീവായതുകൊണ്ടാണ്. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം മുഴുവൻ. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അറാസ്.
അമേരിക്കൻ അഭിഭാഷകയും മോട്ടിവേഷണൽ സ്പീക്കറും തത്വചിന്തകനുമായ മെൽ റോബിൻസ് പറയുന്നത്, നമ്മുടെ തലച്ചോറിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം റാസ് എന്നൊരു സംവിധാനമുണ്ട്. ന്യൂറോണുകളുടെ ഒരു ശൃംഖലയാണിത്. ഇതിലൊരു ഫിൽട്ടർ സിസ്റ്റമുണ്ട്. ഇത് ചില വിവരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ശേഖരിക്കാൻ അനുവദിക്കുകയും മറ്റു വിവരങ്ങളെ തടയുകയും ചെയ്യുന്നു. ആ ഫിൽട്ടറിനെ പ്രോഗ്രാം ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങളുടെ ഭൂതകാലത്തിലെ ആളുകളുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആധിപത്യം ചെലുത്തുകയും നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മറക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നതിന് കാരണം ഈ സിസ്റ്റമാണ്. നിങ്ങളെ ആർക്കും ഇഷ്ടമല്ല എന്ന് നിങ്ങൾ നിരന്തരം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറിലെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ അനുഭവത്തിന് അനുകൂലമായ തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങും. അത്തരം അനുഭവങ്ങളെ ഈ ആക്ടിവേഷൻ സിസ്റ്റത്തിന്റെ ചാനലിലൂടെ നിങ്ങളുടെ മനസ്സിൽ ആധിപത്യം സ്ഥാപിക്കാൻ അത് അനുവദിക്കും. നിങ്ങൾ എന്ത് ചിന്തകൾ അതിൽ നൽകുന്നുവോ ആ സിസ്റ്റം അത് ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ശേഖരിക്കും. എന്നിട്ട് നിങ്ങൾ അതിനെ സത്യമായി കരുതാൻ തുടങ്ങും. നിങ്ങൾ യോജിക്കുന്ന കാര്യങ്ങൾ വായിക്കാനും കാണാനും നിങ്ങളുടെ മനസ്സ് ഇഷ്ടപ്പെടുന്നതിന്റെ കാരണം ഇതാണ്. കാരണം നിങ്ങളുടെ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ആ വിവരങ്ങളെ സ്ഥിരീകരിക്കുന്നു. ഈ സിസ്റ്റം നിങ്ങളുടെ മനസ്സിന് സംരക്ഷണം നൽകുന്നു. വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യാം? വിഷ്വലൈസേഷൻ ടെക്നിക് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. എന്നാൽ ശരിയായ രീതിയിൽ വിഷ്വലൈസേഷൻ എങ്ങനെ ചെയ്യാം എന്ന ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഏതൊരു കാര്യവും ശരിയായ രീതിയിൽ ചെയ്താൽ അതിൽ നിന്ന് കൂടുതൽ വേഗത്തിൽ ഫലം ലഭിക്കും. വിഷ്വലൈസേഷൻ ചെയ്യുന്നതിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. 1. ലക്ഷ്യം വ്യക്തമാക്കുക. ക്ലിയർ യുവർ ഗോൾ. ആദ്യം തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വ്യക്തമാക്കുക. അത് നല്ലൊരു കാറാകാം, വീടാകാം, നല്ല മാർക്കാകാം, നല്ല ജോലിയാകാം, അല്ലെങ്കിൽ നല്ല ആരോഗ്യമാകാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാക്കുക. 2. നിങ്ങളുടെ കഥ എഴുതുക. സ്ക്രിപ്റ്റ് യുവർ സ്റ്റോറി. നിങ്ങളുടെ ലക്ഷ്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്കായി നിങ്ങളുടെ മനസ്സിൽ ഒരു കെട്ടുകഥയുണ്ടാക്കണം. അതായത് നിങ്ങൾ പൂർണ്ണമായ ഒരു സ്ക്രിപ്റ്റ് എഴുതണം. ആ സ്ക്രിപ്റ്റിലെ പ്രധാന കഥാപാത്രം നിങ്ങളായിരിക്കും. 3. കണ്ണടച്ച് സ്വപ്നം കാണുക. വിഷ്വലൈസ് വിത്ത് ക്ലോസ്ഡ് ഐസ്. ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ച് അതിനെ ഒരു സ്വപ്നം പോലെ കാണുക. ആ സ്വപ്നത്തിന്റെ ആഴത്തിലേക്ക് നിങ്ങൾ പൂർണ്ണമായി പോകണം. പതുക്കെ, ശാന്തമായി, വേഗത്തിലാകരുത്. അതിന്റെ ആഴങ്ങളിലേക്ക് പോകുക. ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് അനുഭവിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു കാർ വേണമെങ്കിൽ കണ്ണടച്ച് ആ കാറിന്റെ ചിത്രം മനസ്സിൽ കാണുക. നിങ്ങൾ കാറിലിരിക്കുന്നത് കാണുക. നിങ്ങൾ കാറിന്റെ സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്നത് കാണുക. ഗിയർ മാറ്റുന്നത്, കാർ പാർക്ക് ചെയ്യുന്നത്, കാർ വൃത്തിയാക്കുന്നത്, ലോങ് ഡ്രൈവിന് പോകുന്നത്, ഇതൊക്കെ കാണുക. ഇതുപോലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക. സ്ക്രിപ്റ്റിൽ കാറിന്റെ നിറം മുതൽ അതിന്റെ ശബ്ദം, മണം, അലങ്കാരങ്ങൾ, ഇന്റീരിയർ വരെ ഉൾപ്പെടുത്തുക. നിങ്ങൾ ആഗ്രഹിക്കുന്നത്ര വിശദാംശങ്ങൾ ചേർക്കുക. നിങ്ങൾ ആരുടെ കൂടെയാണ് പോകുന്നത്, നിങ്ങൾ അവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതെല്ലാം ഉൾപ്പെടുത്താം. ആ കഥയുടെ ഭാഗം നിങ്ങൾ തന്നെയാണ്. അതിലെ പ്രധാന കഥാപാത്രം നിങ്ങളാണ്. ആ സംഭവം സത്യമായി കഴിഞ്ഞുവെന്നും നിങ്ങൾക്കാവശ്യമുള്ള കാര്യം ലഭിച്ചുവെന്നും നിങ്ങൾ ആസ്വദിക്കുകയാണെന്നും നിങ്ങൾ കാണണം. 4. ചിത്രങ്ങൾ വയ്ക്കുക. പ്ലേസ് വിഷ്വൽ ക്യൂസ്. അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യത്തിന്റെ ഒരു യഥാർത്ഥ ഫോട്ടോ നിങ്ങളുടെ മുറിയിലോ ജോലിസ്ഥലത്തോ പതിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആ ചിത്രം കാണുമ്പോൾ അതിന്റെ സ്ക്രിപ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. നിങ്ങളുടെ മനസ്സ് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാൻ തുടങ്ങും. 5. ശരിയായ സമയം. ദ റൈറ്റ് ടൈം. വിഷ്വലൈസേഷൻ ചെയ്യാൻ ഏറ്റവും നല്ല സമയം ഉറങ്ങുന്നതിനു മുൻപോ അല്ലെങ്കിൽ ഉണർന്ന ഉടനെയോ ആണ്. വിഷ്വലൈസ് ചെയ്യുന്നതിനു മുൻപോ നിങ്ങളുടെ ശരീരം പൂർണ്ണമായും വിശ്രമമുള്ള അവസ്ഥയിലാക്കുക. അതിനായി ആദ്യം നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരീരം പൂർണ്ണമായും വിശ്രമമുള്ള അവസ്ഥയിലാകുമ്പോൾ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളിത് ദിവസവും 7 മിനിറ്റ് മാത്രം ചെയ്യുക. ദിവസം മുഴുവൻ സ്വപ്നം കാണരുത്. ശാന്തമായി 7 മിനിറ്റ് മാത്രം. നിങ്ങളിത് ശരിയായ രീതിയിൽ ചെയ്താൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അതിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. അബോധമനസ്സിന്റെ ശക്തി. പവർ ഓഫ് ദ സബ്കോൺഷ്യസ് മൈൻഡ്. ഇതൊക്കെ വെറും നാടകമല്ലേ, എന്തിനാണ് ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് തോന്നുന്നവർക്ക് വേണ്ടി. നമ്മുടെ മനസ്സിന് 2 ഭാഗങ്ങളുണ്ട്. 1. ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. 2. അബോധമനസ്സ്, സബ്കോൺഷ്യസ് മൈൻഡ്. ഈ കാര്യങ്ങളെല്ലാം വെറും നാടകമാണെന്ന് നമ്മുടെ ബോധമനസ്സിന് അറിയാം. എന്നാൽ നമ്മുടെ അബോധമനസ്സിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. നിങ്ങളിത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നിങ്ങളുടെ അബോധമനസ്സ് ഈ ഭാവനയെ സത്യമായി വിശ്വസിക്കുകയും ആ ഭാവനയെ യാഥാർത്ഥ്യമാക്കി മാറ്റുകയും ചെയ്യും. ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിരവധി വിജയിച്ച ആളുകൾ അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ഹെൻറി ഫോർഡ് പറഞ്ഞതുപോലെ, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും മിക്കവാറും നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കും. വെദർ യു തിങ്ക് ദാറ്റ് യു ക്യാൻ ഓർ ദാറ്റ് യു കാൺട്ട്, യു ആർ യൂഷ്വലി റൈറ്റ്. കാരണം സാധ്യമെന്നും അസാധ്യമെന്നും പറയുന്ന 2 കാര്യങ്ങളും നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ശരിയായ ആത്മവിശ്വാസമുള്ള ഒരു മാനസികാവസ്ഥ മൈൻഡ്സെറ്റ് ഉണ്ടാക്കുന്നതിനുള്ള താക്കോൽ നിങ്ങളുടെ ചിന്താരീതി മാറ്റാൻ ഈ വിഷ്വലൈസേഷൻ ടെക്നിക്ക് ഉപയോഗിക്കുക എന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.